കളമശ്ശേരിയിൽ വൈറൽ മെനിഞ്ചൈറ്റിസ് ലക്ഷണങ്ങളുമായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട 5 കുട്ടികളിൽ 3 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. കുട്ടികളുടെ ആരോഗ്യനില തൃപ്തികരമാണ്. എന്നാൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്ന് നഗരസഭ ആരോഗ്യ വിഭാഗം അറിയിച്ചു. നിലവിൽ സ്കൂളിലൊരു പാനിക് സിറ്റുവേഷൻ ഒന്നുമില്ല. നിലവിൽ 5 കുട്ടികൾക്കാണ് ഇതിൻ്റെ സിംറ്റംസ് കാണിച്ചിട്ടുള്ളത്. അത് പരിശോധനാ റിപ്പോർട്ടുകളൊന്നും നമുക്ക് നിലവിൽ ലഭ്യമായിട്ടില്ല. ആ പരിശോധന റിപ്പോർട്ടുകൾ ലഭ്യമായാൽ മാത്രമാണ് ഈ രോഗമാണെന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ഒരു കുട്ടിക്ക് ആദ്യമായിട്ട് ഇതിൻ്റെ സിംറ്റംസ് കാണിച്ചത്. അതിൻ്റെ ഭാഗമായിട്ട് പരിശോധിച്ചതിൽ 5 കുട്ടികൾക്ക് ഈ രോഗലക്ഷണങ്ങൾ കണ്ടു. അവരെ ഹോസ്പിറ്റലൈസാണ്. സ്കൂളിലെ നഗരസഭയിലെ ഹെൽത്ത് വിഭാഗവും പ്രൈമറി ഹെൽത്ത് സെൻ്ററിലെ ഡോക്ടേഴ്സിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ പരിശോധന നടത്തി വെള്ളം ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിലവിൽ പാനിക്കാവേണ്ട ഒരു സാഹചര്യമില്ല എന്നാണ് പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിൽ പരിശോധനയിൽ നിന്ന് നമുക്ക് മനസ്സിലായത്. എന്തായാലും സ്കൂൾ ഒരാഴ്ചത്തേക്ക് അടച്ചിട്ടിട്ടുണ്ട്. മറ്റ് കൂടുതൽ കുട്ടികൾക്ക് എന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയാണെങ്കിൽ അറിയിക്കാൻ അവരോട് അറിയിച്ചിട്ടുണ്ട്. ഇതാണ് നിലവിലെ അവസ്ഥ. ഡാനി പോൾ വിവരങ്ങളുമായിട്ട് ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് പറയുന്നു. കൂടുതൽ കുട്ടികൾക്ക് ഇത് പകർന്നിട്ടില്ല എന്ന് കൂടിയാണോ സ്ഥിരീകരിക്കുന്നത്? അപർണ, അങ്ങനെ തന്നെയാണ് സ്ഥിരീകരിക്കുന്നത്. ഇതിപ്പോൾ ഈ 5 പേരും സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അവിടെ ഈ സ്വകാര്യ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് 3 പേരുടെ ഫലം സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുള്ളത്. എങ്കിലും അത് സംസ്ഥാന ആരോഗ്യ വിഭാഗം കൂടി അതിൻ്റെ ഒരു ഔദ്യോഗികമായ സ്ഥിരീകരണത്തിലേക്ക് വരേണ്ടതുണ്ട്. ആ 3 പേരുടെ പരിശോധനാ ഫലം അത് രോഗം സ്ഥിരീകരിച്ചുള്ളതാണ്. സ്കൂൾ പ്രിൻസിപ്പൽ തന്നെയാണ് നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തത്. ഇത് സ്വകാര്യ ലാബിൽ നിന്നുള്ളതാണ്. എന്തായാലും ഇക്കാര്യത്തിൽ തന്നെയും ഈ ഒരു പ്രാഥമികമായ പരിശോധനകളിലേക്ക് അടക്കം തന്നെ ആരോഗ്യവകുപ്പ് കടന്നിട്ടുണ്ട്. ഇപ്പോൾ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ പരിശോധന നടത്തുകയും ചെയ്തു. സ്കൂളിലെ ഒരു സൗകര്യങ്ങളിൽ മറ്റ് കാര്യങ്ങൾ ഏതെങ്കിലും രീതിയിൽ രോഗം പകരാനോ അല്ലെങ്കിൽ രോഗം ഇവിടെ നിന്ന് വരാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ പരിശോധന നടത്തുകയും ചെയ്തു. കളമശ്ശേരി നഗരസഭയിലെ ആരോഗ്യ വിഭാഗവും ഇവിടേക്ക് എത്തും. നേരത്തെ ഹെൽത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് അത്തരം ഒരു വിശദീകരണം നടത്തിയത്. ഏതായാലും ഇപ്പോഴുള്ള ഒരു സാഹചര്യം യാതൊരു രീതിയിലും പരിഭ്രാന്തിക്ക് ഇടയാക്കുന്നതല്ല എന്ന് തന്നെയാണ് ഡോക്ടറും ആവർത്തിച്ച് വ്യക്തമാക്കുകയും ചെയ്യുന്നത്. കാരണം മറ്റുള്ളവരിലേക്ക് രോഗവ്യാപനമോ കാര്യങ്ങൾക്കുള്ള ഒരു സാധ്യത നിലവിലില്ല എന്ന് തന്നെ പറയുന്നു. ആശുപത്രിയിൽ കഴിയുന്ന കുട്ടികളുടെ നില തൃപ്തികരമാണ്, വളരെയധികം തൃപ്തികരമാണ് എന്ന് തന്നെയാണ് അറിയിച്ചിട്ടുള്ളത്. ഇതിൽ ഇപ്പോൾ ഒരു മുൻകരുതൽ എന്ന രീതിയിൽ ഇപ്പോൾ സ്കൂൾ അടച്ചിട്ടിരിക്കുകയാണ്. ഒരാഴ്ചയ്ക്ക് ശേഷം ഇവരുടെ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു രോഗലക്ഷണങ്ങൾ മറ്റു കുട്ടികൾ പ്രകടമാക്കുന്നുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുന്നുണ്ട്. മാതാപിതാക്കളോടക്കം ഈ കുട്ടികളെല്ലാവരെയും തന്നെ ഒരു നിരീക്ഷണത്തിലേക്ക് കൊണ്ടുവരാൻ ഏതെങ്കിലും രീതിയിലുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉടൻ തന്നെ റിപ്പോർട്ട് ചെയ്യാനടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ള നിലവിലെ സാഹചര്യം ഇതാണ്. പരിഭ്രമിക്കേണ്ട അല്ലെങ്കിൽ പരിഭ്രാന്തിക്കേണ്ട ഒരു സാഹചര്യം, ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. ആശുപത്രിയിൽ കഴിയുന്ന കുട്ടികളുടെ തരത്തിൽ ഈ അസുഖം പടരാനുള്ളൊരു സാഹചര്യം അടക്കം വിശദീകരിച്ചുകൊണ്ട് ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഏതെങ്കിലും തരത്തിലുണ്ടോ ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തുനിന്ന്? നിലവിൽ മറ്റ് ജില്ലയിൽ മറ്റിടങ്ങളിൽ എവിടെയും തന്നെ രോഗം വന്നിട്ടുള്ളത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഒരു രോഗലക്ഷണങ്ങളോ മറ്റോ ഒന്നും തന്നെ എവിടെയും തന്നെ വന്നിട്ടുള്ളതായിട്ട് ഇതുവരെയും ഒരു സ്ഥിരീകരണത്തിലേക്കോ അത്തരം ശ്രദ്ധയിൽപ്പെട്ടിട്ടുമില്ല. അപ്പോൾ സ്കൂളിൽ അത്തരം ഒരു സാഹചര്യങ്ങളുണ്ടോ? പ്രത്യേകിച്ച് നീന്തൽക്കുളവും മറ്റു കാര്യങ്ങളും എല്ലാം തന്നെ ഉള്ളൊരു ഇടങ്ങൾ തന്നെയാണ്. അപ്പോൾ അവിടെ ഒരു മാതാപിതാക്കളടക്കം അങ്ങനെ ഒരു ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു തുടക്കത്തിൽ തന്നെ. ഇതെല്ലാം തന്നെ ആ പരിശോധനയിലേക്ക് പോകേണ്ടതാണ്. ഏതെങ്കിലും രീതിയിലുള്ളൊരു സാഹചര്യം അവിടെ നിന്നുണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതാണെന്ന് പറഞ്ഞു. അതനുസരിച്ച് തന്നെയാണ് ഇന്ന് ആരോഗ്യ വിഭാഗം ഇവിടേക്ക് എത്തുകയും അത്തരമൊരു പരിശോധനകളിലേക്ക് നടത്തുകയും ചെയ്തു. അങ്ങനെ ഈ സാമ്പിളുകളടക്കം ഇവിടെ നിന്ന് ശേഖരിച്ചിട്ടുണ്ട്. അത് കാരണമായിട്ടുണ്ടോ, രോഗം പടരുന്നതിന് അല്ലെങ്കിൽ രോഗം വരുന്നതിനടക്കമുള്ള ഒരു കാരണമായിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധനകൾ നടത്തുന്നുണ്ട്. ഏതായാലും നിലവിലെ ഒരു സാഹചര്യങ്ങൾ തൃപ്തികരമാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ആശ്വാസകരമായ കാര്യം ഇപ്പോൾ ഈ ആശുപത്രിയിൽ കഴിയുന്ന 3 കുട്ടികളെ രോഗം സ്ഥിരീകരിച്ച 3 പേരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ളതാണ്. മറ്റു 2 പേരുടെ കൂടി പരിശോധനാ ഫലം കൂടി വരാനുണ്ട്. 5 പേരാണ് രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ ഉള്ളത്. അപ്പോൾ ഇതിൽ ഈ 3 പേരെയാണ് പ്രത്യേകമായിട്ട് നിരീക്ഷണം നടത്തുന്നത്. അവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇത് സ്വകാര്യ ലാബിൽ നടത്തിയ പരിശോധനയാണ് ഇത്തരം ഇപ്പോഴുള്ള രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇതിൽ ഇനി സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ കൂടി ഒരു വിശദീകരണം ഇക്കാര്യത്തിൽ ഉണ്ടാകും വൈകാതെ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഡാനി പോൾ വിവരങ്ങൾ നൽകിയത്.